വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ വീണ്ടും വയനാടിനെ പുനർനിർമ്മിക്കാനും വയനാടിനെ പുനഃസൃഷ്ടിക്കാനും ഒരുങ്ങുകയാണ് സംസ്ഥാനം. അവിടെ ഒറ്റക്കെട്ടായി നാട് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വയനാടിന് വേണ്ടത് എന്താണ്, എങ്ങനെ വയനാടിനെ പഴയ വയനാടാക്കാം, ഒപ്പം അവർക്ക് എങ്ങനെ താമസമൊരുക്കാമെന്ന് പറയുകയാണ് പ്രശസ്ത ആർക്കിടെക്റ്റും ഒപ്പം തന്നെ പത്മശ്രീ ജേതാവുമായ ജി ശങ്കർ. നമുക്കൊപ്പം അദ്ദേഹം ഈ മണിക്കൂറിൽ ചേരുകയാണ്. സർ, എങ്ങനെയാണ് നമുക്ക് വയനാടിനെ ഒന്ന് പുനഃക്രമീകരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ പറ്റുക? അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? കേരളത്തിൽ യഥാർത്ഥത്തിൽ ദുരന്ത സ്വഭാവം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് 2004 ഡിസംബർ 26 ആദ്യമായിട്ടൊരു ദുരന്ത മുഖം തുറക്കുന്നത് അപ്പോൾ മാത്രമാണ്. നമ്മൾ അത്രയും നാൾ നമ്മൾ വിശ്വസിച്ചു, മൂഢമായിട്ട് വിശ്വസിച്ചു, കേരളത്തിൽ ദുരന്തം ഉണ്ടാകാൻ സാധ്യതകളില്ല എന്ന്. ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലായിടത്തും ദുരന്ത സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഒരു ദുരന്ത ഭൂപട മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വളരെ സവിശേഷമായൊരു സ്ഥാനത്താണ് കേരളത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള സ്ഥലം ഇത് ദുരന്ത സാധ്യതയുള്ള അങ്ങനെ സ്ഥലമാണ്, സാധ്യതയുണ്ട് എന്ന് ഉള്ള ഒരു അറിവിൽ കേട് വേണം നമ്മൾ ചർച്ചകൾ തീർച്ചയായിട്ടും എത്തിക്കേണ്ടത്. 2018 2019 കവളപ്പാറയിലും 2024 ഇപ്പോൾ നടന്ന മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായത് സമാനമായിട്ടുള്ള ഒരു ദുരന്ത സാഹചര്യമാണ്. പെട്ടെന്ന് മലയുടെ ഒരു ഭാഗത്ത് മലയിടിയുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു, അതിവൃഷ്ടിയുടെ കാലത്ത് ജലപാതമുണ്ടാകുന്നു. അത് എല്ലാം ഒരു ജനപദം തന്നെ തകർത്തെറിയുന്ന കാഴ്ചയാണ്. സമാനമായ കാഴ്ചകൾ പുത്തുമലയിൽ, കവളപ്പാറയിൽ, ഇപ്പോൾ മുണ്ടക്കയിലൊക്കെ ഉണ്ടായ സമാനമായ കാഴ്ചകളാണ്. ഈ കാഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു പുനരധിവാസത്തെക്കുറിച്ച്, പുനർനിർമ്മിതിയെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്. ഇതിന് ഒരു പരിപ്രേക്ഷ്യം വേണം. ഈ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു പ്രോസസ്സാണ്. ഇതൊരു നമ്മൾ ഒരു വീട് വെച്ച് കൊടുത്തതിൽ തീർക്കണം. ഇതൊരു പ്രോസസ്സാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ടവരെ, ദുരന്ത ബാധിതർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഭാഷാപ്രയോഗമല്ല എന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ്. അതിൽ ആദ്യഘട്ടം ഞാൻ പറയാണ്, ഞാൻ ഈ ലോകത്തിൽ പല ദുരന്ത ഭൂമികളിലും ജോലി ചെയ്തിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യം വെച്ച് പറയും. സമാനതകളില്ലാത്ത രീതിയിലുള്ള കരുതലാണ് കേരള ജനത ഒന്നടങ്കം ഒറ്റമെയ്യായിട്ട്, ഒറ്റക്കരളായിട്ട്, സ്നേഹത്തോടെ, കരുതലോടെ, ജാഗ്രതയോടെ ഈ നമ്മുടെ ഈ നിസ്സഹായരായിട്ടുള്ളൊരു ജനതയെ ചേർത്ത് പിടിക്കുന്നത് ഒരുപക്ഷെ ലോക സാമൂഹിക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു അനുഭവമാണ്. അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടം വളരെ അവധാനതയോടുകൂടി നമ്മൾ കരുപ്പിടിപ്പിക്കേണ്ട ഒരു രണ്ടാം ഘട്ടമാണ്. അവിടെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രോസസ്സിൽ കൂടി ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ 2004 ഞാൻ ഒരു വിമർശിക്കാൻ പറയല്ല, 2004 പുനരധിവാസം എവിടെ പോയി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2018 പുത്തുമലയിലെ ജനങ്ങൾക്ക്, കവളപ്പാറയിലെ ജനങ്ങൾക്ക് ഭൂഷണമായ രീതിയിലാണ് പുനരധിവാസം നടന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് 2004 നമ്മുടെ കരുനാഗപ്പള്ളിക്കടുത്ത് നടന്ന ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അതുപോലെ 2018 പുത്തുമലയിൽ നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ, 2019 കവളപ്പാറയുമാണ് നടന്നത്. ഇവിടെയൊക്കെ നടന്ന പുനരധിവാസ പദ്ധതികൾ പലപ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം അതിന് പ്രധാന കാരണമുണ്ട്. നമ്മുടെ ഒരു ജനതയെ നമ്മൾ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കുന്ന പോലെ അവർ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് പുനരധിവാസം. അതിന് ചില മാനകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മരിച്ചവരുടെ കണക്കെടുക്കുന്നു, അതേപോലെ മരണപ്പെട്ടവരുടെ കണക്ക്, വീട് നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കുന്നു. ഈ കണക്കുകൾ എടുക്കുന്നതിന് മുമ്പ് ഒരു മാനകങ്ങളുണ്ട്. അതിന് സാംസ്കാരിക മാനകങ്ങളുണ്ട്, സാമൂഹ്യ മാനകങ്ങളുണ്ട്, ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്തരം ഒരുപാട് മാനകങ്ങളുടെ അടിസ്ഥാനത്തിലാവണം നമ്മളൊരു പുനർനിർമ്മിതിയെക്കുറിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതി അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ വിശദീകരണം, കാരണം ഇതിനകത്ത് വർത്തകർ കാണും, നർത്തകർ കാണും, ഏകാഗി കാണും, ദുഃഖിതൻ കാണും, അതേപോലെ ഒറ്റയ്ക്കുള്ള സ്ത്രീകളെ കാണും, വയസ്സായ ആൾക്കാരെ കാണും, കിടപ്പ് രോഗികളെ കാണും. പലതരം ആൾക്കാരാണ് ഈ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ. ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസാസ്റ്റേഴ്സ് ഡോണ്ട് കിൽ പീപ്പിൾ ബട്ട് ബിൽഡിങ്സ് ഡു എന്നാണ് നമ്മുടെ ഒരു ആപ്തവാക്യം തന്നെ. നമ്മൾ
ഒരു വെള്ളപ്പൊക്കം ആളുകളെ കൊല്ലുന്നില്ല, പക്ഷേ മരിച്ചു പോകുന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിയാണ് മരിച്ചു പോകുന്നതെന്നുള്ളൊരു വിവക്ഷയോട് വേണം തീർച്ചയായിട്ടും പുനർനിർമ്മാണത്തെക്കുറിച്ച്, പുനരധിവാസത്തെപ്പറ്റി നമ്മൾ ആലോചിക്കണം. അപ്പം ഒന്ന് മാനകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡേറ്റ ഉണ്ടാക്കി അത് തീർച്ചയായിട്ടും അത് പരിശോധനകൾക്ക് കൃത്യമായ പരിശോധനകൾക്ക് അത് കഴിഞ്ഞിട്ട് വേണം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആർ വി മാൻഡേറ്റഡ് ടു ഡിസൈഡ് അബൌട്ട് ദി ഡെസ്റ്റിനി ഓഫ് ദി പൂർ പീപ്പിൾ എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്, അവരുടെ ജീവിതം പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ് പകുതി കൂടെ മരിച്ചിരിക്കുന്നത്, അവർക്ക് ജീവിതം ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതാണ് പറയുന്നത്, സ്നേഹത്തോടെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അതിന് അന്താരാഷ്ട്ര തലത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഇത് ദുരന്തത്തെ അതിജീവിക്കുന്ന നിർമ്മിതികളാവണം. ദുരന്തത്തെ അതിജീവിക്കുന്ന നിർമ്മിതികൾ പണിയുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം എപ്പോഴും ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൊമൈനിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇന്ന കാര്യങ്ങൾ അപകടകമാണ്, ഇനിയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും ദുരന്തങ്ങൾ കടന്നു വരും. അപ്പോൾ അത്തരം ഒരു വ്യവസ്ഥാപിത മാർഗത്തിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെ അവബോധം വർദ്ധിപ്പിച്ചിട്ട് വേണം തീർച്ചയായിട്ടും നമുക്ക് പുനർനിർമ്മിതിയെക്കുറിച്ച് ആലോചിക്കുക. അത് പെട്ടെന്ന് വേണം. ഇതൊക്കെ ഒരേ തരത്തിൽ ഒരേ സമയത്ത് നടക്കേണ്ട പ്രോസസ്സാണ്. പക്ഷേ ഈ പ്രോസസ് ഡ്രിവൺ അല്ലെങ്കിൽ, ഇത് ബെനിഫിഷ്യറി ബേസ്ഡ് അല്ലെങ്കിൽ, ഈ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമില്ലെങ്കിൽ പല പദ്ധതികളെപ്പോലും ഇതും തിരസ്കരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കൺസെപ്റ്റ് പറഞ്ഞു. അപ്പം എങ്ങനെയായിരിക്കും ആ ഒരു വീടുകളുടെ നിർമ്മിതികൾ എങ്ങനെ വരണം, അത് ഏത് സ്ട്രക്ചറിലായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം? സാറ് പ്രകൃതിയായിട്ട് ഇഴകിച്ചേർന്നുള്ള നിർമ്മാണങ്ങൾക്കാണ് കൂടുതലും പ്രോത്സാഹനം നൽകുന്നത്. അപ്പം അങ്ങനെ ഏത് രീതിയിലായിരിക്കും വയനാടിൻ്റെ ഒരു പുനർസൃഷ്ടി സാറിൻ്റെ കണ്ണുകളിലൂടെ സാറ് കാണും? വയനാടിനൊരു ഘടനയുണ്ട്, അതൊരു സാമൂഹിക ഘടനയുണ്ട്. വയനാടിന് മണ്ണിൻ്റെ ഘടന പോലെ ഒരു സാമൂഹിക, കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ഗോത്രവർഗ, ഗിരിവർഗ, പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകളെല്ലാം താമസിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. 14 ജില്ലകൾ, ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷനുള്ള ജില്ല വയനാടാണ്. അപ്പോൾ ഗോത്ര സംസ്കൃതിയും അവരുടേതായിട്ടുള്ള ശീലങ്ങളും ജീവിതശീലങ്ങളും ഒക്കെയുള്ള ഒരു ഭൂമിയാണ് നമ്മൾ പുനർനിർമ്മിതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു മാനസിക അവസ്ഥയുള്ളൊരു ഭൂമിയിലാണ് നമ്മൾ. രണ്ടാമത്, വയനാടിനെ മുഴുവനായിട്ട് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം നമുക്ക് പരിസ്ഥിതി നാശത്തിന് വകയിരുന്ന ഒരു കാര്യവും ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ അതിനെന്താണ്, നമുക്കൊരു മാർഗമുണ്ട്. സന്തുലിതമായിട്ടുള്ള പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള ഊർജം സംഭരിക്കുന്ന, ചെലവ് കുറയുന്ന, നമ്മുടെ നാടൻ നിർമ്മാണ വിദ്യകൾ ഉപയോഗിച്ചുള്ള, നാടൻ നിർമ്മാണ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെട്ട രീതി. പക്ഷെ അതിന് ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശേഷിയും വേണം. ശേഷിക്കുറവുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അതിന് രീതിയുണ്ട്, രീതിശാസ്ത്രമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തിരശ്ചീനവും ലംബവുമായിട്ടുള്ള ഒന്ന്, ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ടുള്ള, അങ്ങനെ ഈ കെട്ടിടത്തിനെ ഒരു കെട്ടി വരിഞ്ഞ് ചെയ്യേണ്ടതുണ്ട്. അതിന് പല സാങ്കേതിക, ഞാൻ അതിൻ്റെ ഒരു സങ്കീർണത കൊണ്ട് ഞാൻ ഒരു പത്രിക മാധ്യമത്തിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പല കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അതായത് അതിൻ്റെ നമുക്ക് ഈ ഭിത്തികൾ ഇവിടെ ഒരുപക്ഷെ ഒരു ആഘാതമേൽക്കുമ്പോൾ ഈ പിളർന്നു പോകാൻ ഒക്കാത്ത രീതിയിൽ, നമ്മുടെ കൂര താഴോട്ട് വരാനൊക്കാത്ത രീതിയിലൊക്കെയുള്ള ചില നിർമ്മിതികളുണ്ട്. പക്ഷേ ആ നിർമ്മിതികൾ കോൺക്രീറ്റ് മാത്രമല്ല എന്ന് പറയാനായിട്ടാണ്. കാരണം ഈ ദേശീയ ഗവൺമെൻറ്റിന് വേണ്ടി ഡിസാസ്റ്റർ മിറ്റിഗൻസ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന നാഷണൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കൊരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിസാസ്റ്റർ ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. അത് കോൺക്രീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, പ്രീ ഫാബ്രിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കെട്ടിട നിർമ്മിതി, ഈ അതിലേക്കുള്ളൊരു ശ്രദ്ധ പതുക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ ഇതിനെ ഡിസാസ്റ്റർ റെസിലിയൻ്റ് ആക്കാം എന്നുള്ളതിനെക്കുറിച്ച്, ഡിസാസ്റ്റർ റെസിസ്റ്റൻ്റ് ആക്കാം എന്നുള്ളതിനെക്കുറിച്ചും, ഈ ദുരന്തത്തെ ലഘൂകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ലോകമെമ്പാടും ചിതറിക്കിടപ്പുണ്ട്. അപ്പോൾ അത്തരം നിർമ്മിതികളിൽ കൂടെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ അതിജീവിക്കേണ്ടത്. ജനങ്ങളുടെ പങ്കാളിത്തം വേണം. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ ഒരു പരിമിതമായ ഒരു ഏരിയ വിസ്തീർണം മാത്രമേ പണിഞ്ഞു കൊടുക്കാവൂ എന്ന് പറയുന്ന ഒരാളാണ്. അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഒരു പക്ഷേ പൈസ,
അത് ദുരുപയോഗപ്പെടുത്താനായിട്ട് ഒരുപാട് സാധ്യത. നമുക്ക് വിസ്തീർണത്തിൽ പരിമിതികൾ സൃഷ്ടിക്കാം, അത് യാതൊരു സംശയമില്ല. വിസ്തീർണത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ലൈഫ് മിഷൻ്റെ കാര്യത്തിനകത്തൊക്കെ നമ്മൾ 600 സ്ക്വയർ ഫീറ്റ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഇതിന് ഒരുപക്ഷെ കുറച്ചുകൂടെ ഒരു 800 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമേ പറയാവൂ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് അവർ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു 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 ഇതിനകത്ത് ഈ പ്രവർത്തിക്കുന്ന വാസ്തുശില്പി എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. വളരുന്ന വീട് എന്ന സങ്കല്പം മലയാളം സത്യം പറഞ്ഞാൽ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു ബൗദ്ധിക ഊസ്യത്താണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെ കാലത്തൊക്കെ കെട്ടിട നിർമ്മാണം വളരെ ലളിതമായിട്ടുള്ള അനായാസം ചെയ്യുന്ന പ്രക്രിയയാണ്. ഇപ്പോഴാണ് അത് ഭയങ്കര ഒരു സങ്കീർണമായിട്ടുള്ള നമ്മുടെ മനസ്സമാനം കെടുത്തുന്ന പ്രക്രിയയായിട്ട് മാറും. അതുകൊണ്ട് ഈ കെട്ടിട നിർമ്മിതിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെടും, പക്ഷേ നമ്മുടെ ജീവിതം അവർ പുനർനിർമ്മിക്കാൻ പോകണം. അപ്പോൾ സാമ്പത്തിക സാധ്യതകൾ ചിലപ്പോൾ കൂടെ വരും. അപ്പോൾ അതിനനുസരിച്ച് വളരുന്ന വീട് എന്നുള്ള സങ്കല്പം നമ്മൾ ഈ ചെയ്യുന്ന കെട്ടിടത്തിൽ 1-2 മുറികൾ ഭാവിയിൽ കൂട്ടിച്ചേർക്കാവുന്ന രീതിയിൽ നിർമ്മിതി തന്നെ വേണം. ഒന്ന്. രണ്ടാമത് ഞാൻ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റർ ടൂറിസം എന്നൊക്കെ പറയുന്ന തെറ്റായ വാക്കാണെന്ന് എനിക്കത്, പക്ഷേ എന്നാലും സഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട്. അവരെ നമുക്ക് കൂടെ ചേർക്കാൻ പറ്റിയ ഒരു വയനാടിപ്പം മുറികളില്ല, അടിസ്ഥാന സൗകര്യം. അപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം 3 മുറി കൊടുക്കുകയാണെങ്കിൽ ഒരു മുറിക്കകത്ത് അവർക്ക് പ്രത്യേക ഒരു എൻട്രി കൊടുക്കാമെങ്കിൽ അതിനൊരു ടോയ്ലറ്റും കൂടെ കൊടുക്കാമെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഹോം സ്റ്റേ എന്ന് പറയുന്നത് ലോകമെമ്പാടും ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ഇതാണ്. പ്രകൃതി തന്നെ വലിയൊരു ക്യാൻവാസാണ് വയനാട് ഒരുക്കിയിരിക്കുന്നത്. അത് കാണാനായിട്ട്, മലകൾ കാണാനായിട്ട്, വെള്ളം കാണാനായിട്ട്, ഭൂമി ആസ്വദിക്കാനായിട്ട് സഞ്ചാരികളുടെ വലിയ പറുദീസയാണ് വയനാട്. പക്ഷേ ഇനിയും ചെയ്യുന്ന കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങളൊക്കെ നമുക്ക് അതിന് മുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമുണ്ട്. അതാണ് എന്നെ ഒരുപക്ഷെ വിഷമിപ്പിക്കുന്നത്. കാരണം എന്നൂരെന്ന് പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു പദ്ധതി ഉണ്ടാക്കി. എത്രായിരം ആൾക്കാരാണ് അവിടെ വിനോദസഞ്ചാരികൾ കാണാൻ വരുന്നത്. എന്നൂരെന്ന് പറയുന്നത് നാടൻ മണമാണ്, നാടൻ ചൂരാണ്, വയനാടിൻ്റെ മണ്ണാണ്. ഇത് കാണാനായിട്ട് എത്ര പേരാണ് വരുന്നത്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു കൗതുകമുണ്ട്. വയനാടൻ കൗതുകങ്ങൾ നിലനിർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം എന്താണ് ഞാൻ പറയുന്നത്, ഒരു മുറി കൊടുത്താൽ വാടക കിട്ടും, അവർക്ക് ജീവിക്കാൻ. നമ്മൾ ജീവനോപാധികളുമായിട്ട് ഇല്ലാതെ നമുക്ക് മുറികളല്ല സൃഷ്ടിക്കേണ്ടത്, വീടല്ല സൃഷ്ടിക്കേണ്ടത്, നമ്മുടെ ജീവിതമാണ് ഒരു പുനഃസൃഷ്ടിക്കേണ്ടത്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 2 ആടുണ്ടെങ്കിൽ ആടിനെ വളർത്താനുള്ള സ്ഥലം, കോഴിയെ വളർത്താനുള്ള സ്ഥലം, ഒരു കൊച്ചു പീടിയെ വെക്കുക, അങ്ങനെ വളർത്താൻ ചായക്കട വെക്കാനുള്ള അതിനുള്ള തട്ടുൾപ്പെടെയുള്ള അങ്ങനെ ഒരു ചെറിയ സമൂഹ നിർമ്മിതിയായിരിക്കണം. ഞാൻ എൻ്റെ മനസ്സിനകത്തുള്ളത് അയൽക്കൂട്ട നിർമ്മിതിയാണ്. എനിക്ക് വലിയ രീതിയിലുള്ള ഈ നമ്മുടെ ഈ അർബൻ എക്സാമ്പിൾസ് ഉണ്ട്. അർബൻ നമ്മൾ നഗരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ അത്ര ഒരു നഗരമല്ല പുനഃസൃഷ്ടിക്കുന്നത്. നമുക്ക് സ്നേഹമുള്ള അയൽക്കൂട്ട നിർമ്മിതികൾ, പരസ്പരം ഊന്നുവടികളായിട്ട് നിൽക്കുന്ന, ജനങ്ങൾ ഊന്നുവടികളായിട്ട് നിൽക്കുന്ന, അത്തരം അതേസമയം ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള, അവർക്ക് മനസ്സമാധാനം കിട്ടുന്ന, അവർക്ക് വരുമാന മാർഗം കിട്ടുന്ന, അവരുടെ ജീവിതത്തിലേക്ക് ബാക്കി നിൽക്കുന്ന സന്തോഷം തിരിച്ചു കൊണ്ടുവരാൻ, സമാധാനം തിരിച്ചു, അങ്ങനെയുള്ള പാർപ്പിട സമുച്ചയങ്ങളാവണം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. പറഞ്ഞതുപോലെ തന്നെ 4 ചുവരുകൾ, അതായത് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ കിടന്ന ആളുകൾ മരണപ്പെട്ടതും അവരുടെ മരണവാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനപ്പുറം പ്രകൃതിയുമായിട്ട് യോജിച്ചൊരു വീട് നിർമ്മിതി, ഒപ്പം അവരെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരിക. അതാണ് സാർ ഉദ്ദേശിക്കുന്ന ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള, അല്ലെങ്കിൽ അവർക്കൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊക്കെ സാർ ഈ കാര്യങ്ങൾ, ആശയങ്ങൾ പങ്കുവയ്ക്കുക? ഞാൻ 35 വർഷമായിട്ട് ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്ത ഭൂമി പുനർനിർമ്മിച്ചത് പലതവണ നേരിട്ട് കാണുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സെൻഡായി എന്ന് പറയുന്നൊരു നഗരമുണ്ട് ജപ്പാനിൽ. ആ നഗരം എല്ലാ 10 വർഷവും തകർന്നടിയുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെയൊക്കെ ഒരുപാട് അതിജീവനത്തിൻ്റെ പാഠങ്ങളുണ്ട്. നമ്മളങ്ങനെയൊക്കെയുള്ള പാഠങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങനെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ചില സാക്ഷ്യങ്ങളാണ്. നമുക്ക് ജീവിതത്തിൽ വലിയൊരു അസുലഭമായിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത് ദുരന്ത സാക്ഷരത വളർത്താനായിട്ട് അങ്ങനെ ഉള്ള വീടുകൾ നമുക്കൊരു സന്ദേശമാണ്. ഓരോ വീടുകളും നമുക്ക് സന്ദേശമാണ്. ഇതാണ് കേരളത്തിൻ്റെ മാതൃക. ലോകത്തിന് ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ പല കാര്യങ്ങളിലും ലോകത്തിൻ്റെ മാതൃകയാണ്. നമുക്ക് ഈ പുനർനിർമ്മിതിയുടെ കാര്യത്തിലും മാതൃകകൾ സൃഷ്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായിട്ടും പരിസ്ഥിതി പ്രവർത്തകൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മൾ ആ ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
മറ്റൊരു രീതിയിൽ ഇത്തരം ഈ മെയിൻ സ്ട്രീം ഇത് ചർച്ചകളിൽ നമ്മൾ ഇതുവരെ ഭാഗമായിട്ടില്ല, ഒരുപക്ഷെ ഭാഗമായേക്കും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വയനാടിനെ പുനഃസൃഷ്ടിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഒപ്പം പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് വയനാടിനെ വീണ്ടും കൈപിടിച്ചുയർത്താമെന്നുള്ളതാണ് പ്രശസ്ത ആർക്കിടെക്ട് കൂടിയായിട്ടുള്ള ജി ശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കൊപ്പം നിൽക്കാം, വയനാടിനെ പുനഃസൃഷ്ടിക്കാം. ക്യാമറമാൻ അനുജ് ആനാവൂറിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.